ഹലോ സ്റ്റുഡൻസ്, 10 ഡേ സ്റ്റഡി ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ബയോളജി സെഷനാണ് നിങ്ങൾക്കിപ്പോൾ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം നമ്മുടെ +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം വളരെ ചെറിയ ചാപ്റ്ററാണല്ലോ. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ലൈഫ് സ്പാൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ ഉണ്ട്, സെക്ഷൽ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കൊന്ന് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The process which helps in continuity of the living organism from one generation to another generation. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം നിങ്ങൾക്കറിയാം ഏത് പ്രോസസ്സാണ് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പീഷ്യസിൻ്റെ കണ്ടിന്യൂറ്റി എൻഷുവർ ചെയ്യുന്ന ഏത് പ്രോസസ്സാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഏത് പ്രോസസ്സാണ്? റീപ്രൊഡക്ഷൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഓഫ് സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് സെക്ഷുവലി ബൈ ദ പാർട്ടിസിപ്പേഷൻ ഓഫ്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയിട്ടാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പാരൻറ്റ് ഇൻവോൾവ് ആകും. ഓപ്പോസിറ്റ് സെക്സിലുള്ള 2 പാരൻ്റ് ആണ് ജനറലി ഇൻവോൾവ് ആകുന്നത് ജനറൽ കേസുകളിൽ അല്ലേ. ഇനി ചില ഹെർമാഫ്രോഡൈറ്റുകളുടെ കേസുകളാണെങ്കിൽ സിംഗിൾ പാരൻറ്റ് മതി. പക്ഷേ നിങ്ങൾക്കറിയാലോ, ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗനും കാണും, ഫീമെയിൽ സെക്സ് ഓർഗനും കാണും അല്ലേ. എർത്തുവേം പോലെ, ലീച്ച് പോലെയൊക്കെ. ആ കേസുകളിൽ 1 പാരൻറ്റ് മതി. പക്ഷെ ജനറലി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി എന്താണ് പറയുക? 2 പാരൻറ്റ് അല്ലേ. ഓപ്പോസിറ്റ് സെക്സിലുള്ള 2 പാരൻറ്റ് ഇൻവോൾവ് ആകുന്നു എന്നല്ലേ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റ് ഇൻവോൾവ് ഇൻ ഏത് ടൈപ്പ് റീപ്രൊഡക്ഷനിലാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്ങുകളുടെ പ്രത്യേകത ഐഡന്റിക്കൽ എമംഗ് ദംസെൽവ്സ് ആൻഡ് ഡിഫർ വിത്ത് ദെയർ പാരന്റ് അല്ല. ഡിഫർ എമംഗ് ദംസെൽവ്സ് ആൻഡ് ഐഡന്റിക്കൽ വിത്ത് ദെയർ പാരന്റും അല്ല. ഐഡന്റിക്കൽ ശരിയാണ്, നമുക്കറിയാം. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്ങുകളെ നമ്മൾ ക്ലോൺ എന്ന ഓമന പേരിട്ടിട്ടാണ് വിളിക്കുക. എന്താണ്? അവർ തമ്മിൽ തന്നെയും ഭയങ്കര സിമിലർ ആയിരിക്കും, അവരുടെ പാരൻറ്റുമായിട്ടും സിമിലർ ആയിരിക്കും അല്ലേ. അതുകൊണ്ടല്ലേ. അപ്പോൾ ഇതിൽ 3rd ഓപ്ഷനാണ് കറക്റ്റ്. ഡിഫർ എമംഗ് ദംസെൽവ്സ് ആൻഡ് വിത്ത് ദെയർ പാരൻറ്റ്, അത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു റീറ്റെയിൻ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ പാരൻറ്റ് അല്ല. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് വേരിയേഷനും അല്ല. ഇറ്റ് എനേബിൾസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്പീഷ്യസ്. ഈ ഒരു 4 ഓപ്ഷനിൽ ഓൾ ഓഫ് ദി അബവ് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഹെൽപ്സ് ടു റീറ്റെയിൻ ഐഡൻറ്റിറ്റി ഓഫ് ദ പാരൻറ്റും തെറ്റല്ലേ. നമുക്കറിയാം അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് പാരൻറ്റുകളുടെ അതേപോലെയുള്ള ഓഫ് സ്പ്രിങ്ങുകൾ ഉണ്ടാവുക. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. 2, ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് വേരിയേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എപ്പോഴും വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കതും പറയാൻ പറ്റില്ല. ഇനി എനേബിൾ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്പീഷ്യസ്, അത് ജനറലായിട്ട് നമ്മൾ റീപ്രൊഡക്ഷനെ പറ്റി പറയുന്നതാണ്. പക്ഷെ ഇവിടെ വേറൊരു ഓപ്ഷനും കറക്റ്റ് അല്ല. നമുക്ക് 3rd ഓപ്ഷൻ മാത്രമാണ് എടുക്കാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആണ്. ട്യൂബർ വാട്ടർ ഹയാസിൻ്റെ ആണോ? ട്യൂബർ ഏതാണ്? സ്റ്റെം ട്യൂബർ പൊട്ടറ്റോ അല്ലേ. സ്റ്റെം ട്യൂബർ പൊട്ടറ്റോ ആണ്. അപ്പോൾ 1 മാച്ചസ് ടു സി. റൈസോം എന്താണ്? നിങ്ങൾക്കറിയാം, റൈസോം ഇഞ്ചിയാണ്, ജിഞ്ചർ. അതുപോലെ അടുത്തത് ബൾബിൽ അഗേവ് ആണ്. ഓഫ്സെറ്റ് വാട്ടർ ഹയാസിന്താണ് അല്ലേ. അപ്പോൾ ഏതാണ് ഇതിൽ? 1 മാച്ചസ് ടു സി, 2 മാച്ചസ് ടു ഡി, 3 മാച്ചസ് ടു ബി, 4 മാച്ചസ് ടു എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The term used to describe morphologically and genetically similar individual is എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ അറിയാം. ഏതാണ്? ക്ലോൺ ആണ് അല്ലേ. ക്ലോണിങ് അല്ലേ അങ്ങനെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ബൈനറി ഫിഷൻ മെയിൻലി ഒക്കേഴ്സ് ഇൻ.
ബൈനറി ഫിഷൻ സാധാരണയായിട്ട് ഏത് ഓർഗാനിസംസിലാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ബൈനറി ഫിഷൻ എപ്പോഴും ഉണ്ടാവുക യൂണിസെല്ലുലാർ ഓർഗാനിസംസിലാണ്. ബൈനറി ഫിഷൻ നമ്മൾ ഏതിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? പരമീസിയം അല്ലേ, ബാക്ടീരിയ, അങ്ങനെയൊക്കെയുള്ള ഓർഗാനിസംസിലല്ലേ, അമീബ. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസിലാണ് ബൈനറി ഫിഷൻ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്ര? ഹൈഡ്ര, ഇതിലേത് പ്രോസസ്സ് വഴിയാണ് ഹൈഡ്ര ഉണ്ടാകുക? ഹൈഡ്രയിൽ 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പഠിച്ചു ബഡ്ഡിങ് ഹൈഡ്രയിൽ നടക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഓപ്ഷനിൽ ഇപ്പോൾ ബഡ്ഡിങ് ഇല്ല. രണ്ടാമത് ഹൈഡ്രയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു റീപ്രൊഡക്ഷൻ ഏതാണ്? ഫ്രാഗ്മെൻറ്റേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഫ്രാഗ്മെൻറ്റേഷൻ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ആകുന്നത്. അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ക്ലമൈഡോമോണസ്. ക്ലമൈഡോമോണസിലെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിൻ്റെ പേര് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, സൂസ്പോസ് എന്നാണ്. സൂസ്പോസുകൾ ഉണ്ടാകുന്നത്, സൂസ്പോസ് എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് സ്പോസുകളാണ് എന്നും അതിന് ഫ്ലജല്ല ഉണ്ട് എന്നും നമുക്കറിയാം. സോ മോട്ടൈൽ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് സൂസ്പോസുകളാണ് ക്ലമൈഡോമോണസിൻ്റെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഡയഗ്രം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമുക്കറിയാം ഇത് ഏതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു സ്റ്റെം ട്യൂബറാണ്, പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ എന്ന സ്റ്റെം ട്യൂബറിൽ നമുക്ക് ഐസ് ഓഫ് പൊട്ടറ്റോ കാണാം. ഐസ് ഓഫ് പൊട്ടറ്റോ ആക്ച്വലി എന്താണെന്നും ചില ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഐസ് ഓഫ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ആക്സിലറി ബഡാണ് അല്ലേ? ആക്സിലറി ബഡുകളെയാണ് ഐസ് ഓഫ് പൊട്ടറ്റോ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ നിന്നൊരു പുതിയ ഓർഗാനിസം ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സിംഗിൾ സെൽഡ് ആനിമൽ ആർ സെഡ് ടു ബി ഇമ്മോർട്ടൽ ബിക്കോസ്. എന്തുകൊണ്ടാണ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസിനെ ഇമ്മോർട്ടൽ ആണ് എന്ന് നമ്മൾ പറയുന്നത്? നമുക്കറിയാം ഈ സിംഗിൾ സെൽഡ് ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, അമീബ, പരമീസിയം പോലെയൊക്കെയുള്ള ഓർഗാനിസംസ് സിംഗിൾ സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അവർ ബൈനറി ഫിഷൻ വഴി അവർ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആ പാരൻറ്റ് സെല്ല് തന്നെയാണ് 2 ഡോട്ടർ സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. വീണ്ടും ഈ ഡോട്ടർ സെൽസ് അവരുടെ വളർച്ചയൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഡിവൈഡ് ചെയ്യും. വീണ്ടും ഈ ഡോട്ടർ സെൽസുകളിലൂടെ അവരുടെ ഡോട്ടർ സെൽസുകൾ ഉണ്ടാകുമ്പോൾ ആ പാരന്റ് സെല്ലിൻ്റെ ഓർഗാനിസം തന്നെയാണ് ഡോട്ടർ സെല്ലുകളിലൂടെ പോകുന്നത്. സോ ദേ കണ്ടിന്യൂ ടു ലീവ് ആസ് ദെയർ ഡോട്ടർ സെൽ എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക. സോ ദേ ഗ്രോ ഇൻഡെഫിനിറ്റ്ലി ഇൻ സൈസ് തെറ്റാണ്. they can tolerate any degree of changes in temperature തെറ്റാണ്. they can reproduce throughout their lifespan. അതുപോലെ they continue to live as their daughter cell എന്നുള്ളത് more accurate ആയിട്ട് വരുന്ന ആൻസർ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. which of the following statement is correct? all the individual of a species have exactly the same lifespan. ശരിയാണോ? അല്ല അല്ലേ? അപ്പോൾ നമുക്കൊരു ഫ്രൂട്ട് ഫ്ലൈൻ്റെ ലൈഫ് സ്പാൻ ആണോ ഒരു ബാനിയൻ ട്രീക്ക്? എല്ലാവർക്കും ഒരേ ലൈഫ് സ്പാൻ അല്ല. സ്മോളർ ഓർഗാനിസം ഓൾവേസ് ഹാവ് ഷോർട്ടർ ലൈഫ് സ്പാൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ചെറിയ ഓർഗാനിസത്തിന് ഷോർട്ടർ ലൈഫ് സ്പാൻ ഉണ്ടാകൂ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ലൈഫ് സ്പാൻ ഓഫ് ഓർഗാനിസം ഈസ് ദ ടൈം പീരിയഡ് ഫ്രം ഇറ്റ്സ് ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഉള്ളത് കറക്റ്റാണ്. നോ ഓർഗാനിസം മേ ഹാവ് എ ലൈഫ് സ്പാൻ ഓഫ് സെവറൽ 100 years തെറ്റാണ്. അപ്പോൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് വരെയുള്ള സമയമാണ്. നാച്ചുറൽ ഡെത്ത്, കയ്യിലിരിപ്പ് ശരിയില്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊല്ലും. എന്നാലും ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ ഒരു ടൈം സ്പാനിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. സോ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ലോങ്ങസ്റ്റ് ലൈഫ് സ്പാൻ? ലോങ്ങസ്റ്റ് ലൈഫ് സ്പാൻ ഈ തന്നിരിക്കുന്നതിൽ ഏതിനാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ലോങ്ങസ്റ്റ് ലൈഫ് സ്പാൻ ഉള്ളത് ബാനിയൻ ട്രീക്കാണ് അല്ലേ? ബാനിയൻ ട്രീ ഈ തന്നിരിക്കുന്നതിൽ നിങ്ങൾക്കറിയാലോ, തന്നിരിക്കുന്നതിൽ ഓരോന്നിൻ്റെയും ലൈഫ് സ്പാനും നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ? ഒന്ന് പറഞ്ഞേ, ഓരോന്നിൻ്റെയും ലൈഫ് സ്പാൻ എന്തൊക്കെയായിരുന്നു? ഒരു ടോർട്ടോയിസിന് നമുക്കറിയാം 100 മുതൽ 150 വർഷം വരെ ജീവിക്കാവുന്നതാണ്. ഒരു എലിഫൻ്റ് ആണെങ്കിൽ 60 മുതൽ 75 വർഷം വരെയൊക്കെയാണ് സാധാരണ ജീവിക്കാറുള്ളത്. ആഫ്രിക്കൻ എലിഫൻറ്റിൻ്റെയും ഏഷ്യൻ എലിഫൻറ്റിൻ്റെയും ലൈഫ് സ്പാൻ കുറച്ച് വ്യത്യാസം കാണാം. പാരറ്റ്
140 ഇയേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ബാനിയൻ ട്രീ എന്ന് പറയുന്നത് 300+ ഇയേഴ്സ് ഒക്കെ ജീവിക്കാവുന്ന ഒരു ഓർഗാനിസം ആണ് അല്ലേ? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയല്ലോ. ഇവിടെ ബാനിയൻ ട്രീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ വിച്ച് അറേഞ്ച് ദ ഗിവൺ ഓർഗാനിസം ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ ലൈഫ് സ്പാൻ. അതായത് ഈ തന്നിരിക്കുന്ന ഓർഗാനിസംസിനെ അവരുടെ ലൈഫ് സ്പാനിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതിലിപ്പോൾ പാരറ്റ് 140 ഇയേഴ്സ് ആണ്, കോ 15 വർഷമാണ്. അപ്പോൾ അത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. ബട്ടർഫ്ലൈ ശരിയാണ്, പിന്നെ കോ ശരിയാണ്. പാരറ്റ് ക്രോക്കോഡൈൽ അല്ല, ക്രോക്കോഡൈൽ പാരറ്റ് ആണെങ്കിൽ ശരിയായനെ. ഫ്രൂട്ട് ഫ്ലൈ, പിന്നെ ക്രോക്കോഡൈൽ, പിന്നെ പാരറ്റ്, പിന്നെ ബാനിയൻ ട്രീ കറക്റ്റ് ആണ് അല്ലേ? പിന്നെ പാരറ്റ് ടോർട്ടോയിസ് തെറ്റാണ്. ടോർട്ടോയിസിന് 100 മുതൽ 150 എന്നാണ് വരിക. പക്ഷേ ഡോഗ് അപ്പോഴും ചേർത്താണ്, അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? ഫ്രൂട്ട് ഫ്ലൈ, പിന്നെ ക്രോക്കോഡൈൽ, പിന്നെ പാരറ്റ്, പിന്നെ ബാനിയൻ ട്രീ. ഇതിൽ ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലമേ ജീവിക്കുള്ളൂ അല്ലേ? മാക്സിമം ഒരു 1 മന്ത് ഒക്കെ. അവിടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2 വീക്സ് മതി, മാക്സിമം 1 മന്ത് വരെ ജീവിക്കാം. ക്രോക്കോഡൈൽ എന്ന് പറയുന്നത് 60 ഇയേഴ്സ്, പാരറ്റ് 140 ഇയേഴ്സ്, ബാനിയൻ ട്രീ നമുക്കറിയാം 300+ ഇയേഴ്സ് ഒക്കെ ജീവിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ദ ഡാഷ് മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ദാറ്റ് ഹാവ് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ ലൈക്ക് ഡാഷ് ആൻഡ് ഡാഷ്. എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? വിച്ച് ഈസ് ദ കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ദാറ്റ് ഹാവ് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ ലൈക്ക് ആൽഗെ ആൻഡ് ഫംഗൈ എന്നുള്ളത് കറക്റ്റാണ്. നമ്മളുടെ NCERTയിലെ ലൈനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, നമ്മൾ എന്താണ് കാണുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാരന്റ് സെല്ല് ഈസ്റ്റ് ആണ്, അത് ബഡ്ഡിങ് വഴി ഡിവൈഡ് ചെയ്യുന്നു. ബഡ്ഡിങ് എന്ന് പറയുന്നത് ഒരു അൺഈക്വൽ സെൽ ഡിവിഷൻ തന്നെയാണ്. ബഡ്ഡിങ് വഴി ഡിവൈഡ് ചെയ്യുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പാർത്തനോജെനസിസ്? നെവർ അല്ല. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ദ ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ് ക്യാൻ ഓൾസോ ബി കോൾഡ് ക്ലോൺസ്. കറക്റ്റ് അല്ലേ? സോ ബോത്ത് ബി ആൻഡ് സി എന്നുള്ള ഓപ്ഷൻ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അമീബ ആൻഡ് പരമീസിയം റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. കറക്റ്റ് ആണ് അല്ലേ? അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അമീബയും പരമീസിയവും ബൈനറി ഫിഷൻ വഴി റീപ്രൊഡക്ഷൻ നടത്താറുണ്ട്. ബഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു അൺഈക്വൽ ഡിവിഷൻ ഇൻ ദ പാരന്റ് ബോഡി എന്നുള്ളതും കറക്റ്റ് ആണ്. Encystation refers to the formation of 2-layered hard covering around the amoeba during unfavorable condition. ഇതിൽ encystation എന്ന് പറയുന്നത് unfavorable conditionൽ അമീബകളിൽ ഒരു 3-layered കവറിംഗ് ആണ് ഫോം ചെയ്യുന്നത്. 2-layered ആണോ? അല്ല. സോ സി എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇൻകറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. നമുക്ക് ഡി ഓപ്ഷൻ കൂടെ വായിക്കാം. സ്പോർസ് ആർ ഫോംഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ഫിഷൻ ഇൻ സ്പോറിലേഷൻ. ശരിയാണ് അല്ലേ? അത് ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. സോ സി മാത്രമാണ് ഇൻകറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നല്ല ഭംഗിയുള്ള നമ്മുടെ NCERTയിലുള്ള ഇമേജുകളൊക്കെയാണ് തന്നിരിക്കുന്നത്. എല്ലാ ഇമേജുകളും മക്കൾ നന്നായിട്ട് പഠിക്കണം. നമുക്ക് പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണെങ്കിലും കഴിഞ്ഞ തവണയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ വിടാൻ പാടുള്ളതല്ല. എല്ലാ പിക്ചേഴ്സും പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ആദ്യത്തെ പിക്ചർ എന്തിനെ പറ്റിയാണ് എന്ന് ചോദിച്ചാൽ കൊണീഡിയം അല്ലേ? കൊണീഡിയോസ്പോസാണ്. എ. ബി എന്താണ്? സൂസ്പോസാണ്. സി എന്താണ്? ഹൈഡ്രയിൽ ബഡ്ഡിങ് നടക്കുന്നതാണ്. ഡി എന്താണ്? ഈസ്റ്റിൽ ബഡ്ഡിങ് നടക്കുന്നതാണ്. അപ്പോൾ സി ആൻഡ് ഡി റീപ്രൊഡ്യൂസ് ബൈ ബഡ്ഡിങ് ദാറ്റ് ഇൻക്ലൂഡ് ന്യൂക്ലിയർ ഡിവിഷൻ ഓൺലി എന്നുള്ളത് തെറ്റാണ്. ബഡ്ഡിങ് എന്ന് പറയുന്നത് ഒരു അൺഈക്വൽ സെൽ ഡിവിഷൻ തന്നെയാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ബഡ്ഡിങ് വഴിയാണ്, പക്ഷേ ന്യൂക്ലിയർ ഡിവിഷൻ ഓൺലി എന്നുള്ളത് തെറ്റാണ്. സോ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. എ റോങ് ആണ്. All of these reproduced by asexual mode of reproduction. That is a correct statement. നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ അസെക്ഷൽ മെത്തേഡിലൂടെയുള്ള റീപ്രൊഡക്ഷൻ അല്ലേ? സോ അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബി represent multiple fission in an algae. A shows spore formation in a monerian. അപ്പോൾ അതൊക്കെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
which of the following is not used for vegetative propagation? Vegetative propagation യൂസ് ചെയ്യാത്തത് എന്താണ് എന്നാണ് ചോദ്യം. ബഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലേ, അതും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് പറയാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ് ആണ് അല്ലേ. ബൾബിൽ അഗേവിലും ഓക്സാലിസിലും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഡയാസ്കോറിയ അതിലൊക്കെ ഉണ്ടാകുന്നതാണ് ബൾബിൽ. ടൂറിയോൺ അക്വാട്ടിക് പ്ലാന്റുകളിൽ കാണുന്ന ഒരു ബഡ് തന്നെയാണ്, അപ്പോൾ അതും കറക്റ്റാണ്. ആന്ത്രോസോയിഡ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതല്ലേ. ആന്ത്രോസോയിഡ് എന്ന് പറയുന്നത് സ്പേം അല്ലേ. സ്പേം എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ മെയിൽ ഗ്യാമീറ്റ് ആണ് ആന്ത്രോസോയിഡ് അല്ലേ. അപ്പം മെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് plant was introduced in India because of the beautiful flowers and shape of the leaf, but it became a notorious weed in Indian water body. Identify this plant. ഈ പ്ലാന്റ് ഏത് പ്ലാന്റ് ആണത്? വാട്ടർ ഹയാസിന്തി കോർണിയ ഓഫ്സെറ്റ് വഴി റിപ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മൾ ഒരു പ്ലാന്റിനെ പറ്റി നമ്മളുടെ NCERT-യിൽ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ കോർണിയനെ പറ്റിയാണ് അല്ലേ, വാട്ടർ ഹയാസിന്തിനെ പറ്റിയിട്ടാണ്. കാരണം വാട്ടർ ഹയാസിന്ത് പല ചാപ്റ്ററുകളിലായിട്ട് നമ്മളോട് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആ പ്ലാന്റ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ടിക്ക് ചെയ്യുന്ന എനിക്ക് യാതൊരു സംശയമില്ല, നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോളം 1ഉം 2ഉം മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഗിവൺ കോഡ് എന്ന് പറയുന്നുണ്ട്. സ്പോഞ്ച് നിങ്ങൾക്കറിയാം, ഇന്റേണൽ ബഡ് ജെമ്യൂൾസ് എ മാച്ചസ് ടു 3. ഈസ്റ്റ് ബഡ്ഡിംഗ് ബി മാച്ചസ് ടു 4. സി പൊട്ടറ്റോ ട്യൂബർ സി ആൻഡ് വാട്ടർ ഹയാസിന്ത് ഓഫ്സെറ്റ്. സോ എ മാച്ചസ് ടു 3, B matches to 4, C matches to 1, D matches to 2. A matches to 3, B matches to 4, C matches to 1, D matches to 2. Read the following statement and select the correct one. Conidia are the asexual propagule found in kingdom fungi. അല്ലേ, ശരിയാണ്. പെനിസീലിയം നമ്മൾ പഠിച്ചതല്ലേ, പെനിസീലിയത്തിൽ ഉണ്ടാകുന്ന സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് കൊണീഡിയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അത് ഫംഗസിലാണ് കാണുക. എ പീസ് ഓഫ് പൊട്ടറ്റോ ട്യൂബർ ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 eye or node is capable of giving rise to a plant, new plant. ശരിയാണ്. ജിഞ്ചർ propagate vegetatively with the help of its underground root. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് റൈസോം. ഫ്ലഷി ബഡ് വിച്ച് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആർ കോൾഡ് ബൾബിൽ, പ്രസൻറ്റ് ഇൻ ഡയാസ്കോറിയ, അഗേവ് എക്സെട്ര. കറക്റ്റ് ആണ്. ഡയാസ്കോറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാച്ചിൽ. ഓക്കെ, അഗേവ് പിന്നെ നമ്മൾ പഠിക്കുന്നതാണല്ലോ. സോ 1, 2, 4 ശരിയാണ്, 3 തെറ്റാണ് അല്ലേ. അപ്പോൾ സി ആണ് ആൻസർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ NCERT-യിലുള്ള ഒരു ഡയഗ്രം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം ഇത് ബൾബിൽ, ആരും ഇതിനെ ബൾബ് എന്ന് എഴുതരുത്. പലപ്പോഴും കുട്ടികൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണത്. ഒരിക്കലും തെറ്റിക്കരുത്. ബൾബിലാണിത്. ബൾബിൽ എവിടെയൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടു, അഗേവ് പിന്നെ ഡയാസ്കോറിയ ഇതിലൊക്കെ കാണുന്ന ഒരു പാർട്ടാണ് ബൾബിൽ. ഓക്കെ, നെക്സ്റ്റ്. ഇഫ് ലീഫ് സെൽ ഓഫ് അഗേവ് ഹാസ് എക്സ് ക്രോമസോം, അതായത് ലീഫിൽ എക്സ് ക്രോമസോം ആണുള്ളത് എന്ന് കരുതുകയാണ്. then what will be the number of chromosome in a cell of its bulbil? ബൾബിൽ എന്ന് പറയുന്നത് ഒരു അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണല്ലേ. അപ്പോൾ ലീഫ് സെല്ലിലെ അതേ ക്രോമസോം തന്നെയായിരിക്കും ബൾബിലും ഉണ്ടാവുക എന്നതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരിക? ഡി ആണ് വരിക, ദാറ്റ് ഈസ് എക്സ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പിക്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ഇത് റൈസോമാണ്. റൈസോമിൽ ഇഞ്ചി അല്ലേ, അതിൽ എക്സ് വൈ സെഡ് ഏതാണെന്നാണ് ചോദ്യം. എക്സ് നമുക്കറിയാം ഇത് നോഡാണ്, എക്സ് നോഡാണ്. അതുപോലെ വൈ ബഡാണ് അല്ലേ, വൈ ബഡല്ലേ.
ഇസഡ് എന്താണ്? അഡ്വൻറ്റേഷ്യസ് റൂട്ടാണ്. അപ്പോൾ കറക്റ്റ് ആണല്ലോ, നോക്കിക്കേ, കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാ? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ മിസ്മാച്ച്ഡ് പെയർ ഓഫ് ഓർഗാനിസം വിത്ത് ഇറ്റ്സ് മോഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ അഗേവ്, ഓക്സാലിസ്, ബൾബിൽസ്. നമ്മൾ NCERT-യിൽ ബൾബിലിനെ പറ്റി പറയുമ്പോൾ അഗേവിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഡയാസ്കോറിയ, ബൾബിലൊക്കെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് കറക്റ്റാണ്. അമീബ, പരമീസ്യം, ബൈനറി ഫിഷൻ കറക്റ്റാണ്. അഡിയാൻഡം കോഡേറ്റം ഏതാണെന്ന് ചോദിച്ചാൽ അഡിയാൻഡം എന്ന് പറയുന്നത് വോക്കിംഗ് ഫേൺ ആണ്. അതിൻ്റെ ലീഫ് ടിപ്പ് വഴിയാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത്. ലീഫ് ടിപ്പ് വഴി പ്രൊപ്പഗേഷൻ നടക്കുന്ന ഒരു പ്ലാന്റ് ആണ്, വോക്കിംഗ് ഫേൺ എന്നൊക്കെയാണ് പറയുക. നമ്മൾ മതിലിലൊക്കെ കാണപ്പെടുന്ന ഒരുപാട് നമുക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. വോക്കിംഗ് ഫേൺ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ചെടി. അപ്പോൾ അത് എല്ലായിടത്തും ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് ടിപ്പ് എവിടെ ടച്ച് ചെയ്യുന്നു അവിടെ നിന്ന് ഒരു പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുക. അപ്പോൾ അതും കറക്റ്റാണ്, ലീഫ് ടിപ്പ് വഴി പ്രൊപ്പഗേഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് സി ആയിട്ടുള്ള ഓപ്ഷനാണ്, ക്ലമൈഡോമോണസ് യൂളോത്രിക്സ് സ്പോറാഞ്ചിയോസ്പോസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് സെർവ് ആസ് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ? ഓക്കെ, ഏതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് ആക്ട് ചെയ്യാത്തത്? എ പീസ് ഓഫ് പൊട്ടറ്റോ ട്യൂബർ വിത്ത് ഇറ്റ്സ് ഐസ്, അതിന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റാണ്. എ മിഡിൽ പീസ് ഓഫ് ഷുഗർ കെയിൻ ഇൻ്റർനോഡ് എന്നുള്ളത് തെറ്റാണ്. അതുപോലെ പീസ് ഓഫ് ജിഞ്ചർ റൈസോം കറക്റ്റാണ്. മാർജിനൽ പീസ് ഓഫ് ബ്രയോഫൈലം ലീഫ് വഴിയാണ് പ്രൊപ്പഗേഷൻ നടക്കുക. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഇതിലേതാണ് തെറ്റ്? ബി ഓപ്ഷൻ തെറ്റാണ്, മിഡിൽ പീസ് ഓഫ് ഷുഗർ കെയിൻ ഇൻ്റർനോഡ്. ഇനി മാച്ച് ചെയ്യാനാണ്. പൊട്ടറ്റോ നിങ്ങൾക്കറിയാം, പൊട്ടറ്റോ സ്റ്റെം ട്യൂബർ, സ്പൈറോഗൈറ, അതുപോലെ റോസ്, പെനിസീലിയം ഒക്കെ ഒന്ന് പറഞ്ഞേ. സ്പൈറോഗൈറ, സൂസ്പോസ്, റോസ് എന്ത് വഴിയാണ്? സ്റ്റെം കട്ടിങ്. അതുപോലെ പെനിസീലിയം, കൊണീഡിയോസ്പോസ്. അപ്പോൾ എ മാച്ചസ് ടു 4 ആണ്, ബി മാച്ചസ് ടു 1 ആണ്, സി മാച്ചസ് ടു എന്തായിരുന്നു സ്റ്റെം കട്ടിങ് 2 ആണ്, ഡി മാച്ചസ് ടു 3 ആണ് അല്ലേ? അപ്പോൾ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെലക്ട് ദ ഇൻകറക്റ്റ് വൺ എന്നാണ് ക്വസ്റ്റ്യൻ. It is a biological process in which new organism give rise to young one. അപ്പോൾ ഇതിൽ സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, എന്നിട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണല്ലോ. ഇറ്റ് എനേബിൾ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്പീഷീസ്. ഇറ്റ് പ്രൊഡ്യൂസ് ജനറ്റിക് വേരിയേഷൻ ഇൻ ഓർഗാനിസം. ഇറ്റ് മെയിൻറ്റെയിൻ പോപ്പുലേഷൻ ഓഫ് യങ് ആൻഡ് അഡൾട്ട് പേഴ്സൺ ഓൺലിയോ? തെറ്റല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ജീനസ് നെയിം ഓഫ് നീലക്കുറിഞ്ചി സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്നതിൽ ഏതാണ് അതിൻ്റെ ജീനസ് നെയിം എന്ന് നിങ്ങൾക്ക് ചോദിക്കേ വേണ്ട, നിങ്ങൾക്കറിയാം, സ്ട്രോബിലാന്തസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹയർ പ്ലാന്റ് ദ ബിഗിനിങ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ. ബിഗിനിങ് ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ഇൻഡിക്കേറ്റഡ് ബൈ എങ്ങനെയാണ്? ഒരു ഹയർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ആൻജിയോസ്പേം എടുക്കാം. ആൻജിയോസ്പേമിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് ബിഗിൻ ചെയ്തു എന്ന് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക? ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. സോ പ്രൊഡ്യൂസിങ് ഫ്ലവേഴ്സ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സീസണൽ ബ്രീഡേഴ്സ് ഡെവലപ്പ് സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻ ഓഫ് ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ്. സൈക്ലിക്കൽ ചേഞ്ചസ് സീസണൽ ബ്രീഡേഴ്സിന് എപ്പോഴാണ് ഉണ്ടാകുക? അതായത് അവരൊക്കെ സീസണൽ ബ്രീഡേഴ്സ് ഒരു പ്രത്യേക സീസൺസിൽ മാത്രം റീപ്രൊഡക്ഷൻ നടത്തുന്നവരാണല്ലേ. അപ്പോൾ ഫേവറബിൾ കണ്ടീഷൻസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസിലാണ് ആ സൈക്ലിക്കൽ ചേഞ്ചസ് അവർക്ക് കാണപ്പെടുക. End of the reproductive phase is one of the parameter for considering the onset of the senescent phase. Reproductive phase end ചെയ്യുന്നതോടെ senescent phase begin ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാംബു പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് once in 12 years. ആരാണ്? നീലക്കുറിഞ്ചിയാണ് അല്ലേ? അപ്പോൾ അതല്ല, once in 50 to 100 years. ശരിയാണ്. അതായത് ബാംബു എന്ന് പറയുന്നത് ഒരു പെരീനിയൽ പ്ലാന്റ് ആണ്, ഒരുപാട് വർഷം ജീവിക്കും. പക്ഷേ അവർ ഒരേ ഒരു തവണ മാത്രമേ ഫ്ലവറിങ് നടത്തൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു 50 മുതൽ 75 വർഷമോ 100 വർഷമോ ജീവിക്കുന്ന ബാംബു ചെടിയാണെങ്കിലും അവരുടെ ലൈഫ് സ്പാനിൽ ഒരേ ഒരു തവണ മാത്രമാണ് അവർ ഫ്ലവറിങ് നടക്കുന്നത്. അപ്പോൾ
ആൻസർ കിട്ടിയല്ലോ. ഐസോഗ്യാമീറ്റ്സ് എന്താണെന്ന്? ഗ്യാമീറ്റ്, ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് വിച്ച് ആർ നോട്ട് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ്. Haploid gamete which are morphologically distinct. Diploid gamete which are morphologically distinct. Diploid gametes which are not morphologically distinct. അപ്പോൾ ഗ്യാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ചൊരു സംശയം വേണ്ട. അതായത് തേർഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും നമുക്ക് ഒഴിവാക്കാം. പിന്നെയുള്ളത് ഒന്ന് മോർഫോളജിക്കലി നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്, ഒന്ന് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസം എന്നാണ്. ഐസോഗ്യാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോഗ്യാമീറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് വിച്ച് ആർ നോട്ട് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളതാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹാപ്ലോയിഡ് ടിഷ്യൂ? ഹാപ്ലോയിഡ് ടിഷ്യൂ, ഹാപ്ലോയിഡ് സെൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹാപ്ലോയിഡ് സെൽ, ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെല്ലാണ്, പക്ഷേ ക്വസ്റ്റനിൽ ടിഷ്യൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹാപ്ലോയിഡ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഗ്യാമീറ്റ് ഒരു ഹാപ്ലോയിഡ് അല്ലേ? ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആണ്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ആണ്, നിങ്ങൾക്കറിയാം. സൈഗോട്ട് എന്ന് പറഞ്ഞാലും സ്പേമും എഗ്ഗും കൂടെ ഫ്യൂഷൻ നടത്തി ഉണ്ടാകുന്നതാണ്. ഓവറി എന്ന് പറയുന്നതും ഒരു ഹാപ്ലോയിഡ് അല്ല, ഒരു ഫീമെയിൽ സെക്സ് ഓർഗൻ അല്ലേ? അപ്പോൾ ഇവിടെ ഗ്യാമീറ്റ് എന്ന് പറഞ്ഞാൽ, ഗ്യാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഹാപ്ലോയിഡ് ടിഷ്യൂ ആണെന്നല്ല, സെൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിപ്ലോയിഡ് ഓർഗാനിസം പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് ബൈ. ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെല്ല് 2N ആണ്. അത് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സിനെ ഉണ്ടാക്കണമെങ്കിൽ അതിനെന്ത് നടക്കേണ്ടി വരും? മിയോസിസ് അഥവാ റിഡക്ഷൻ, ഡിവിഷൻ നടക്കേണ്ടതായിട്ട് വരും. സോ ബോത്ത് 1 and 2 എന്നുള്ള ഓപ്ഷൻ കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ഹാപ്ലോണ്ടിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ സെല്ലുകളെല്ലാം ഹാഫ് നമ്പർ ഓഫ് ക്രോമസോമേ ഉള്ളൂ. അതായത് ഓരോ സെല്ലിലും n നമ്പർ ഓഫ് ക്രോമസോംസേ ഉള്ളൂ. അപ്പോൾ അവിടെ ഹാപ്ലോണ്ടിക് ഓർഗാനിസത്തിൽ സൈഗോട്ട് അണ്ടർഗോസ് മൈറ്റോസിസ് ആണെങ്കിൽ ശരിയാവോ? കാരണം സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് അല്ലടാ, അത് മൈറ്റോസിസിലൂടെ ഡിവൈഡ് ചെയ്താൽ ഉണ്ടാകുന്ന ഓരോ സെല്ലുകളും ഡിപ്ലോയിഡ് ആയിരിക്കില്ലേ? അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാണ് അല്ലേ? ഇത് തെറ്റാണ്. ഇനി സൈഗോട്ട് ഡിവൈഡ് ബൈ ബോത്ത് മൈറ്റോസിസ് ആൻഡ് മിയോസിസ് ആണോ? തെറ്റാണ്. സൈഗോട്ട് ഡിവൈഡ് ബൈ മിയോസിസ് അത് ശരിയാണ്. കാരണം സൈഗോട്ട് 2N ആണ്. മിയോസിസ് നടക്കുമ്പോൾ അവർക്ക് n നമ്പർ ഓഫ് സെൽസുകളാണ്, n ക്രോമസോം നമ്പർ ആയിട്ടുള്ള സെല്ലുകളാണ് ഉണ്ടാവുക. n നമ്പർ ഓഫ് സെൽ എന്നല്ല, ഒരു സൈഗോട്ട് മിയോസിസിലൂടെ ഒരു മിയോസിസ് നടന്നാൽ 4 സെല്ലുകൾ ഉണ്ടാകും. 4 സെല്ലുകളിലും ഹാഫ് ദി നമ്പർ ഓഫ് ക്രോമസോം ആണ്, അതായത് n ആണ് ഉണ്ടാകുക. സോ സൈഗോട്ട് ഡിവൈഡ് ബൈ മിയോസിസ് എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആണ്. ദ ക്രോമസോം നമ്പർ ഓഫ് മിയോസൈറ്റ് ഇൻ ഒഫിയോഗ്ലോസം. മിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിയോസിസ് ഉണ്ടാകാൻ പോകുന്ന സെല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് മിയോസൈറ്റ്. അപ്പോൾ ഒഫിയോഗ്ലോസത്തിന് പ്രത്യേകതയാണ് എന്താണ്? അതൊരു ഫേൺ ആണ്, ടെർഡോഫൈറ്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ക്രോമസോം നമ്പർ ഉള്ളൊരു സെല്ല് കൂടിയാണ്. അതിൻ്റെ ഗ്യാമീറ്റിൽ 630 ക്രോമസോം എന്ന് പറയുമ്പോൾ അതിൻ്റെ മിയോസൈറ്റിൽ എത്ര ഉണ്ടാവും? 1260 ആണ് കാണുക. ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയേഷ്യസ് പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് ഐദർ മെയിൽ ഓർ ഫീമെയിൽ ഫ്ലവർ ആണോ? ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ആണോ? നൈദർ മെയിൽ നോർ ഫീമെയിൽ ഫ്ലവർ ആണോ? ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പപ്പായ, ഡേറ്റ് പാം ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് മെയിൽ പ്ലാന്റ് വേറെ, ഫീമെയിൽ പ്ലാന്റ് വേറെ. ഓക്കെ, മെയിൽ പ്ലാന്റ്, ഫീമെയിൽ പ്ലാന്റ്. മെയിൽ ഫ്ലവറിനെ ഉണ്ടാക്കും, മെയിൽ ഫ്ലവറിനെ സ്റ്റേമിനേറ്റ് എന്ന് പറയും. ഫീമെയിൽ പ്ലാന്റ് ഫീമെയിൽ ഫ്ലവറിനെയാണ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അത് യൂണിസെക്ഷൽ, അതായത് ഐദർ മെയിൽ ഓർ ഫീമെയിൽ ഫ്ലവർ എന്നാണ് ആൻസർ വരിക. സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ ഈസ് സ്റ്റേമിനേറ്റ്. കറക്റ്റാണ്. യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ ഈസ് പിസ്റ്റിലേറ്റ്. That is also correct. Heterothallic and dioecious terms are used to describe unisexual condition. Heterothallic എന്ന് പറഞ്ഞാൽ ഒരു താലസ്, ഡിഫറെൻറ്റ് താലസ്, ഹെട്രോതാലിക്. അപ്പോൾ ഒരു താലസിൽ മെയിൽ സെക്സ് ഓർഗനുള്ള താലസ്, ഒരു താലസ് ഫീമെയിൽ സെക്സ് ഓർഗനുള്ള താലസ്. അപ്പോൾ അത് യൂണിസെക്ഷുവാലിറ്റി കണ്ടീഷൻ അല്ലേ? ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മെയിൽ വേറെ ഫീമെയിൽ വേറെ, യൂണിസെക്ഷൽ കണ്ടീഷൻ അല്ലേ? അപ്പോൾ അതും കറക്റ്റാണ്. കോക്രോച്ച് ഒരു ഹെർമാഫ്രോഡൈറ്റ് ആണോ?
കോക്കോച്ച് ഒരു ഹെർമാഫ്രോഡൈറ്റ് അല്ല. എന്തുകൊണ്ടല്ല ഒന്ന് പറഞ്ഞേ. കോക്കോച്ച് എന്ന് പറയുന്നത് യൂണിസെക്ഷൽ ആണ്, മെയിലും ഫീമെയിലും വെവ്വേറെയാണ്. അതേസമയം എന്താണ് ഹെർമാഫ്രോഡൈറ്റ്? ഒരേ ബോഡിയിൽ തന്നെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുക. എർത്ത് വേം പോലെ, ടേപ്പ് വേം പോലെ, ലീച്ച് പോലെയൊക്കെ. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കോക്കോച്ചിൻ്റേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ എക്സാമ്പിൾ ഓഫ് ഹെർമാഫ്രോഡൈറ്റ് ഓർഗാനിസം എമംഗ് ദിസ്. എർത്ത് വേം, ടേപ്പ് വേം, ലീച്ച്, ഓൾ ഓഫ് ദിസ് എല്ലാം എന്താണ്? ഹെർമാഫ്രോഡൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആന്തരിഡിയോഫോർ ആർ അല്ലെങ്കിൽ ആന്തരിഡിയോഫോർ ഈസ് പ്രസന്റ് ഇൻ. ആന്തരിഡിയോഫോർ, ആർച്ചഗോണിയോഫോർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ട പിക്ചർ ആരുടെയായിരുന്നു? മെർക്കാൻഷ്യ എഗെയിൻ ഒരു ഡയേഷ്യസ് ഓർഗാനിസമാണ്. അതിൽ മെർക്കാൻഷ്യ ഇതിൽ വരുന്നതാണ് ലിവോവേർട്ട് ആണ് അല്ലേ, ബ്രയോഫൈറ്റ് ആണ്. അപ്പോൾ അതിലൊരു ഡാഡി മെർക്കാൻഷ്യ ഉണ്ട്, ഒരു മമ്മി മെർക്കാൻഷ്യ ഉണ്ട് അല്ലേ. അപ്പോൾ മെയിൽ മെർക്കാൻഷ്യയിലാണ് മെയിൽ മെർക്കാൻഷ്യയിലാണ് ആന്തരിഡിയോഫോർ ഉള്ളത്. ഫീമെയിൽ മെർക്കാൻഷ്യയിലാണ് ആർച്ചഗോണിയോഫോർ ഉള്ളത്. അപ്പോൾ ഇവിടെ ആന്തരിഡിയോഫോർ ആണ് നമ്മളോട് പറഞ്ഞത്, മെർക്കാൻഷ്യ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ മെയിൽ ഗാമീറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ മെയിൽ ഗാമീറ്റ്? എഗ് ഫീമെയിൽ ഗാമീറ്റ് ആണ്. ആന്തരോസോയിഡ് മെയിൽ ഗാമീറ്റ് ആണ്. ഓവം നമുക്കറിയാം ഫീമെയിൽ ആണ്. സൈഗോട്ട് ഡിപ്ലോയിഡ് സെല്ലാണ്. സ്പേമും എഗ്ഗും കൂടെ ഫ്യൂഷൻ നടക്കുമ്പോഴുള്ള സെല്ലാണ്. ആന്ത്രോസോയിഡ് ആണ് ആൻസർ. ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ആർ നോൺ മോട്ടൈൽ. In flowering plant, both male and female gametes are non-motile. The method to bring them together for fertilization. അതായത് ഫ്ലവറിംഗ് പ്ലാന്റിൽ ആൻജിയോസ്പേമിൽ മെയിലും ഫീമെയിലും നോൺ മോട്ടൈലാണ്. നിങ്ങൾക്കതിലൊരു സംശയമില്ലല്ലോ, മെയിലും ഫീമെയിലും നോൺ മോട്ടൈലാണ്. അപ്പോൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവരെ ഒരുമിച്ച് ചേർക്കുന്നത്? നമുക്കറിയാം ഈ ഓപ്ഷനിൽ വാട്ടർ വഴി പോളിനേഷൻ നടക്കാം, എയർ വഴി പോളിനേഷൻ നടക്കാം. അപ്പോമിക്സിസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, അപ്പോൾ അത് വരില്ല. പിന്നെ കറക്റ്റായിട്ടുള്ള ആൻസർ പോളിനേഷൻ ആണ്. എന്താണ് പോളിനേഷൻ എന്ന് പറയുന്നത്? പോളൻ ഗ്രെയിൻസിനെ കൊണ്ടുവരുന്ന അല്ലേ, ഫീമെയിൽ സെക്സ് ഓർഗൻസിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ്, സ്റ്റിഗ്മയിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുക. അപ്പോൾ പോളൻ ഗ്രെയിൻ ആണ് ട്രാൻസ്ഫർ ആകുന്നത്. അതായത് മെയിൽ ഗ്യാമീറ്റിൽ ഉപരി മെയിൽ ഗ്യാമിറ്റോഫൈറ്റാണ് ട്രാൻസ്ഫർ ആകുന്നത്. അതിനുശേഷം പോളൻ ഗ്രെയിൻസിൽ നിന്ന് മെയിൽ ഗ്യാമീറ്റ് ഒരു പോളൻ ട്യൂബ് ഉണ്ടാക്കി അതിലൂടെയാണ് എവിടേക്ക് എത്തുന്നത്? എഗ്ഗിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് അല്ലേ. ഓവറിൻ്റെ ഉള്ളിലുള്ള ഓവ്യൂളിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോ സാക്കിലേക്ക് പോളൻ ട്യൂബ് വഴിയാണ് എത്തുന്നത്. സോ ഇവിടെ പോളൻ ട്യൂബിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള പോളിനേഷനെ പറ്റി മാത്രമാണ്. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിനേഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഈസ് 3. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് സീൻ ഇൻ ഓൾ ദീസ് എക്സെപ്റ്റ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൽഗയിൽ കാണാം, ആംഫീബിയൻസിൽ കാണാം, ഫിഷസിൽ കാണാം. പക്ഷേ മാമൽസിന് നമുക്ക് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കാണുന്നില്ല. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ് റെപ്റ്റൈൽസിലും ബേർഡ്സിലും മാമൽസിലുമൊക്കെ കാണുന്നത്. Internal fertilization is seen in. Internal fertilization നമുക്ക് ബ്രയോഫൈറ്റിൽ, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസിൽ, ടെറിഡോഫൈറ്റിൽ, ഓൾ ഓഫ് ദിസ് ഇവരിലെല്ലാവർക്കും കാണാൻ പറ്റും. എന്താണ് പാർത്തനോജെനസിസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡെവലപ്മെൻറ്റ് ഓഫ് ഫുഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഉടനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതാണ് കറക്റ്റ് ആൻസർ എന്ന്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? പാർത്തനോകാർപ്പി അല്ല, പാർത്തനോജെനസിസ് ആണ്. അതായത് പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഫുഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പാർത്തനോജെനസിസ്. എന്താണ് പാർത്തനോജെനസിസ് എന്ന് പറയുന്നത്? ഒരു എഗ്ഗ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. നിങ്ങൾ
നമ്മളുടെ തേനീച്ചയിൽ ഡ്രോൺസിൻ്റെ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ഡ്രോൺസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക? പാർത്തനോജനിസിലൂടെയാണ്. അതായത് ക്വീൻ, നമ്മളുടെ അമ്മ തേനീച്ച ക്വീന് മുട്ടയിടുന്നു, അതായത് എഗ്ഗ്, ഓവം റിലീസ് ചെയ്യുന്നു. ഇതിൽ ചില ഓവം മാത്രം സ്പേമുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസം ഉണ്ടാകുന്നു. ഡിപ്ലോയിഡ് ഓർഗാനിസം ഫീമെയിൽ തേനീച്ചകളാണ്. അത് ക്വീനായോ അല്ലെങ്കിൽ വർക്കർ ബീസ് ആയിട്ടോ മാറും. എന്നാൽ ചില ഓവം എന്ത് ചെയ്യും? ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഹാപ്ലോയിഡ് ഓർഗാനിസമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് പാർത്തനോജെനിസിസ്. സോ ഡെവലപ്മെൻറ്റ് ഓഫ് എഗ്ഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എന്നുള്ള ആൻസറാണ് കറക്റ്റ്. ആരും തെറ്റിക്കരുത്, പാർത്തനോ കാർപ്പിയുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാർത്തനോജെനിസിസ് ഈസ് ഷോൺ ബൈ. NCERTയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കൺഫ്യൂഷനും വേണ്ട. റോട്ടിഫേഴ്സ് കാണിക്കും, ഹണി ബീസ് കാണിക്കും, സം ലിസാർഡ്സ് ആൻഡ് ബേർഡ്സ്, ടക്കീസ് ഒക്കെ കാണിക്കും. ഓൾ ഓഫ് ദിസ്. എവറി സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം സ്റ്റാർട്ട് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ഫ്രം സൈഗോട്ട്. അതിലൊരു സംശയമില്ല, എല്ലാവർക്കും അറിയാം സൈഗോട്ടാണെന്ന്. പിന്നെ നമുക്ക് സംശയം തോന്നുക, സൈഗോട്ട് എന്ന് പറയുന്നത് യൂണിസെല്ലുലാറാണോ മൾട്ടി സെല്ലുലാറാണോ? സംശയമൊന്നും തോന്നില്ല. വളരെ അപൂർവം പേർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സ്പേമും എഗ്ഗും കൂടെ ഫ്യൂഷൻ നടന്നിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുക. അതൊരു യൂണിസെല്ലുലാർ, ഒരൊറ്റ സെല്ല് മാത്രമുള്ള ഒരു സ്റ്റേജാണ് സൈഗോട്ട് കേട്ടോ. അപ്പോൾ യൂണിസെല്ലുലാർ സൈഗോട്ട് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് എംബ്രിയോജെനിസിസ്, എംബ്രിയോ ഫോർമേഷൻ, സൈഗോട്ട് അണ്ടർഗോ. എംബ്രിയോ ആകണമെങ്കിൽ സൈഗോട്ടിന് എന്തൊക്കെ സംഭവിക്കണം? എംബ്രിയോ എന്ന് പറയുന്നത് കുറച്ച് സെല്ലുകളുള്ള ഒരു സ്റ്റേറ്റാണ്. അത് ആരിൽ നിന്നാണ് ഉണ്ടാകുക? സൈഗോട്ടിൽ നിന്നാണ് ഉണ്ടാകുക. സൈഗോട്ട് യൂണിസെല്ലുലാർ അല്ലേ, എംബ്രിയോ മൾട്ടി സെല്ലുലാർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം സെൽ ഡിവിഷൻ നടക്കണം. സെൽ ഡിവിഷൻ മാത്രമല്ല, ഉണ്ടാകുന്ന സെല്ലുകളിൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക ഫങ്ഷൻ ഫോം ആകുന്ന പോലെയുള്ള ചില ചേഞ്ചസ് അല്ലേ? അപ്പോൾ സെൽ ഡിഫറൻസിയേഷൻ ആൻഡ് സെൽ ഡിവിഷൻ അല്ലേ, രണ്ടും നടക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ആംഫിമിക്സിസ്, ആംഫിഗനി, സിൻജെനിസിസ്. ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് മോണോകാർപ്പിക് പ്ലാന്റ് ഔട്ട് ഓഫ് ദ ഫോളോയിങ്. ഒരു മോണോകാർപ്പിക് പ്ലാന്റ്. എന്താ മോണോകാർപ്പിക് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ മോണോകാർപ്പിക് പ്ലാന്റ്? നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരേ ഒരു തവണ മാത്രം ഫ്ലവറിങ് നടക്കുന്ന പ്ലാന്റുകൾ. അവർ ചിലപ്പോൾ ഒരുപാട് വർഷം ജീവിക്കുമായിരിക്കും, പക്ഷേ ഒരേ ഒരു തവണ മാത്രമാണ് അത് പൂക്കുക അല്ലേ? അപ്പം അങ്ങനെയുള്ള പ്ലാന്റുകളെയാണ് നമ്മൾ മോണോകാർപ്പിക് പ്ലാന്റ് എന്ന് പറയുക. ഇവിടെ മാംഗോ അല്ല, ബാംബു ആണ് മോണോകാർപ്പിക് പ്ലാന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രോബിലാന്തസ് കുന്തിയാന ഫ്ലവർ വൺസ് ഇൻ 12 years. അടുത്ത ക്വസ്റ്റ്യൻ. ഓർഗാനിസം റീപ്രൊഡ്യൂസിങ് ത്രൂ ഔട്ട് ദ ഇയർ ഈസ് കോൾഡ് എന്താ? കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് അല്ലേ? എക്സാമ്പിൾ, മാൻ ഒരു കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആണ്. ആൻഡ് ദോസ് ഹൂ ഷോ റിക്കറിംഗ് സെക്ഷൽ ആക്ടിവിറ്റി ആർ കോൾഡ് സീസണൽ ബ്രീഡേഴ്സ്. എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെയുള്ള ഫ്രോഗ് എടുക്കാം. അപ്പം കണ്ടിന്യൂസ് മാൻ, സീസണൽ ഫ്രോഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെനിസൺ ഫേസ് ഓഫ് ആൻ ഓർഗാനിസം ലൈഫ് സ്പാൻ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ. ഒരു ഓർഗാനിസത്തിൻ്റെ സെനിസൺ ഫേസ് എങ്ങനെയാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് വയസ്സാവുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ ചേഞ്ചുകളാണ് വരിക? മെറ്റബോളിസം സ്ലോ ആകാം, സീസേഷൻ ഓഫ് റീപ്രൊഡക്ഷൻ ഇല്ലാണ്ടാകാം, ഡിഗ്രീസ്ഡ് ഇമ്മ്യൂണിറ്റി വരാം അല്ലേ? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റ് അല്ലേ? ഓൾ ഓഫ് ദിസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈവൻറ്റ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതൊക്കെ ഈവൻറ്റുകളാണുള്ളത്? അവിടെ ഒരു പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റുകൾ ഉണ്ട്. അപ്പോൾ 1, 2, 3.
അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് എന്തൊക്കെയാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അടുത്ത ഓപ്ഷൻ നോക്കൂ. എ, ഓർഗാനിസം ഷോയിങ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമെറ്റ് ഓൺലി. External fertilization is very uncertain and require synchrony between the releases of male and female gamete. It is replaced by internal fertilization in higher organism as it wastes energy and require external medium like water. It occurs in most of the fishes and amphibians. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബിയും സിയും ഡിയും ഒക്കെ കറക്റ്റാണ് എന്ന് കരുതാം, കറക്റ്റാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ എ തെറ്റാണ്. ഓർഗാനിസം ഷോയിങ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമെറ്റ് ഓൺലി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ എ തെറ്റാണ്. സ്റ്റേമിനേറ്റ് ഫ്ലവർ പ്രൊഡ്യൂസ്. സ്റ്റേമിനേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ഫ്ലവേഴ്സ് ആണ്, വിച്ച് വിൽ പ്രൊഡ്യൂസ് ഓൺലി മെയിൽ ഗാമെറ്റ് അല്ലേ. അപ്പോൾ ഇതിൽ ആന്ത്രോസോയിഡ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് കണ്ടെയ്ൻ ബൈസെക്ഷൽ ആനിമൽസ് ഓൺലി. ആനിമൽസ്, ബൈസെക്ഷൽ ആനിമൽസ് മാത്രം. എർത്ത് വേം, സ്പോഞ്ച് ഉണ്ട്, ലീച്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ആൻസർ ശരിയാണ്. ഇവിടെ അമീബ, സ്പോഞ്ച്, ലീച്ച് തെറ്റ്. സ്പോഞ്ച്, കോക്രോച്ച്, അമീബ തെറ്റ്. എർത്ത് വേം, സ്പോഞ്ച്, ലീച്ച് കറക്റ്റ്. ടേപ്പ് വേം, എർത്ത് വേം, പക്ഷെ ഹണിബി തെറ്റ്. അപ്പോൾ അതല്ലേ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫിഗർ പി ആൻഡ് ക്യൂ റെപ്രസെൻറ്റ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് കാര ആൻഡ് എർത്ത് വേം റെസ്പെക്റ്റീവ്ലി. സെലക്ട് ദ ഓപ്ഷൻ വിച്ച് കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ടു ഓർഗാനിസം. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം കാരയിൽ ഇവിടെ നോക്കൂ, ഏതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. കാരയിലെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഊഗോണിയം മുകളിലും അതിൻ്റെ ആന്ത്രിഡിയം താഴെയുമാണ്. സോ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ താഴെയാണ്. ബി മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനാണ്. എന്നാൽ ഇനി നമ്മുടെ എർത്ത് വേമിൻ്റെ അല്ലേ, ഇതൊരു എർത്ത് വേമാണ്. ഈ എർത്ത് വേം ഹെർമാഫ്രോഡൈറ്റ് ഓർഗാനിസമാണ്. ഈ ഹെർമാഫ്രോഡൈറ്റ് ഓർഗാനിസമായ എർത്ത് വേമിൽ ഏതാണ് അതിൻ്റെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് ചോദിച്ചാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാടാ? ഇത് കണ്ടോ, ഇതാണ് അല്ലേ, സി ആണ്. അപ്പോൾ ബി ആൻഡ് സി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മളുടെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിൽ വളരെ കുറച്ച് പിക്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. എന്നാലും ആ പേജ് നമ്പർ 12 കുറച്ചേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എർത്ത് വേം ഉണ്ട്, കോക്രോച്ച് ഉണ്ട്, ക്യാരയുണ്ട്, അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, പിന്നെ നമുക്ക് മർക്കാൻഷ്യ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അതിൽ ക്യാരയും അതുപോലെ എർത്ത് വേമും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി, മർക്കാൻഷ്യയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഇവിടെ ഓപ്ഷൻ ബിയും സിയുമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ കറക്റ്റ് ഫോർ ദ ഗിവൺ ഫിഗേഴ്സ്. അപ്പോൾ ഇവിടെ ഇത് ക്ലാഡോഫോറ എന്ന് പറയുന്ന ആൽഗയുടെ എന്താണ്, ഗ്യാമീറ്റ് ആണ്, ഐസോ ഗ്യാമീറ്റ്സ് ആണ് അല്ലേ. അടുത്തത് അപ്പോൾ എക്സ് ക്ലാഡോഫോറയുടെ ഐസോ ഗ്യാമീറ്റ്സ് ആണ്. വൈ എന്ന് പറയുന്നത് ഊഗമിയാണ്. ഊഗമിയിൽ കണ്ടോ, ഫീമെയിൽ സെക്സ് ഓർഗൻ വലുതും നോൺ മോട്ടൈലും, മെയിൽ സെക്സ് ഓർഗൻ ചെറുതും മോട്ടൈലുമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആകുക? എക്സ് ഐസോഗമി, വൈ ഊഗമി, ഡി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മിയോസിസ് ഡസ് നോട്ട് ഒക്കർ ഇൻ. മിയോസിസ് എവിടെയാണ് നടക്കാത്തത്? വെജിറ്റേറ്റീവ്ലി റിപ്രൊഡ്യൂസിങ് ഡിപ്ലോയിഡ് ഇൻഡിവിജ്വലിൽ. ശരിയാണ് അല്ലേ, മിയോസിസ് നടക്കില്ല. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽ, ഒരു ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുകയാണ്. അവിടെ ഒരിക്കലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിലേ ഗ്യാമീറ്റ് ഉണ്ടാകേണ്ട കാര്യമുള്ളൂ. ഗ്യാമീറ്റ് ഉണ്ടാവണമെങ്കിലാണ് മിയോസിസ് നടക്കേണ്ടത്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ഒരിക്കലും മിയോസിസ് നടക്കില്ല, അത് തെറ്റാണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. തെറ്റാണെന്നല്ല, അതാണ് കറക്റ്റ് ആൻസർ. സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽ, സെക്ഷലി റീപ്രൊഡക്ഷൻ നടക്കുന്ന ഇൻഡിവിജ്വലിൽ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഹാപ്ലോയിഡ് ഇൻഡിവിജ്വലിലും മിയോസിസ് നടക്കില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഹാപ്ലോയിഡ്, ഇതൊരു ഹാപ്ലോയിഡ് ഓർഗാനിസ് ആണെന്ന് കരുതട്ടെ. ഇത് വേറൊരു ഹാപ്ലോയിഡ് ഓർഗാനിസ് ആണ്. അപ്പോൾ ഈ ഹാപ്ലോയിഡ് ഓർഗാനിസം മൈറ്റോസിസിലൂടെ അതിൻ്റെ ഗ്യാമീറ്റിനെ ഉണ്ടാക്കും. ഈ ഹാപ്ലോയിഡ് ഓർഗാനിസവും മൈറ്റോസിസിലൂടെ അതിൻ്റെ ഗ്യാമീറ്റിനെ ഉണ്ടാക്കും. അപ്പോൾ ഇത്
N ആണ്. ഇനി ഇത് രണ്ടും കൂടെ ഫ്യൂഷൻ നടന്നുണ്ടാകുന്ന എന്താ? സൈഗോട്ട് അല്ലേ? സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ഈ സൈഗോട്ടിന് വീണ്ടും മിയോസിസ് നടന്നാലേ ഹാപ്ലോയിഡ് ആയിട്ടുള്ള അതിൻ്റെ ഓർഗാനിസംസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്ഷുവലി റീപ്രൊഡക്ഷൻ നടക്കുന്ന ഹാപ്ലോണ്ടിക് ഓർഗാനിസംസിലും എന്ത് നടക്കുന്നുണ്ട്? മിയോസിസ് നടക്കുന്നുണ്ട്. സൈഗോട്ടിക് മിയോസിസ് നടക്കും. സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഡിപ്ലോയിഡ് ഓർഗാനിസത്തിലും മിയോസിസ് നടക്കും ഗാമീറ്റ് ഉണ്ടാകാൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡ്യൂസിങ് ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് എന്നുള്ളത് കറക്റ്റ് ആണ്. അടുത്തത് എ ഡിപ്ലോയിഡ് പാരന്റ് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസസ് ഗാമേറ്റ് ആൻഡ് എ ഹാപ്ലോയിഡ് പാരന്റ് ബോഡി പ്രൊഡ്യൂസസ് ഗാമേറ്റ് ബൈ എനിക്കൊന്നു ഡിവിഷൻസിനെയാണ്. അപ്പോൾ അല്ല, ഗ്യാമീറ്റ്സുകളുടെ ടൈപ്പിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്ലോയിഡ് പാരന്റ് ബോഡി പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ്. എപ്പോഴും ഗ്യാമീറ്റ്സ് ഹാപ്ലോയിഡ് ആയിരിക്കുമല്ലോ. ആൻഡ് ഹാപ്ലോയിഡ് പാരന്റ് ബോഡി ഓൾസോ പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ്. അപ്പോൾ ഏതാണ് ഹാപ്ലോയിഡ്? ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മിയോസൈറ്റ് ഇൻ വിച്ച് ഓർഗാനിസം കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് ക്രോമസോം. മാക്സിമം നമ്പർ ഓഫ് ക്രോമസോം ഉള്ള മിയോസൈറ്റ് ആരുടെ ഫീച്ചറാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒഫിയോഗ്ലോസം എന്ന ഫേൺ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ ഈസ് എ മീഡിയം ഫോർ ഗാമീറ്റ് ട്രാൻസ്ഫർ ഇൻ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ആൽഗെ. ഇവരിലൊക്കെ വാട്ടർ ഒരു മീഡിയമാണ് അല്ലേ? ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ വരിക. വാട്ടർ ഈസ് എ മീഡിയം ഫോർ ട്രാൻസ്ഫറിങ് മെയിൽ ഗാമറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓഫ് സ്പ്രിങ് ഓഫ് ഒവിപാരസ് ആനിമൽസ് ആർ അറ്റ് ഗ്രേറ്റർ റിസ്ക് ഓഫ് സർവൈവൽ ആസ് കമ്പയർഡ് ടു ദോസ് ഓഫ് വിവിപാരസ് ആനിമൽസ്. ബിക്കോസ് ഒവിപാരസ് എന്ന് പറയുന്നത് മുട്ടയിടുന്ന ഒരു ഓർഗാനിസം ആണ്. മുട്ടയിടുന്ന ഓർഗാനിസംസ് നമുക്കറിയാം. മുട്ടയിടുന്ന ഓർഗാനിസംസ് മുട്ട പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നവരെയും സേഫ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടാകുന്ന മുട്ടയൊക്കെ നമ്മളെപ്പോലുള്ള ഒരു ഓംലെറ്റ് അടിച്ച് തീർക്കും. അത് പോട്ടെ, ഇനിയിപ്പോൾ വന്നാൽ തന്നെ ആ ചെറിയ ഓർഗാനിസംസിനെ പ്രഡേറ്റേഴ്സൊക്കെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. മുട്ടയിടുന്ന ജീവികൾക്ക് ഒരു പ്രോപ്പർ എംബ്രിയോണിക് കെയർ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. എന്നാൽ പ്രസവിക്കുന്ന ജീവികൾക്ക് അമ്മയുടെ ബോഡീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രോപ്പർ എംബ്രിയോണിക് കെയറും പ്രൊട്ടക്ഷനും വിവിപാരി ഓർഗാനിസംസിലാണ് കൂടുതൽ. അത് ഒവിപാരസ് ഓർഗാനിസംസിന് കുറവാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഈസ് ആബ്സെൻറ്റ് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ഒവിപാരസ് ആനിമൽസ്? ഓക്കെ, നോക്കാം. ഫീമെയിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫീമെയിൽ ലേ ഫെർട്ടിലൈസ്ഡ് ഓർ അൺഫെർട്ടിലൈസ്ഡ് എഗ് അറ്റ് എ സേഫ് പ്ലേസ്. ശരിയാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ടേക്ക് പ്ലേസ് outside the female's body. കറക്റ്റ് ആണ്. എക്സാമ്പിൾസ് ഓഫ് ഒവിപാരസ് ആനിമൽസ് ആർ ഓൾ ബേർഡ്, മോസ്റ്റ് റെപ്റ്റൈൽ ആൻഡ് എഗ് ലേയിങ് മാമൽസ്. കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് നൺ ഓഫ് ദിസ്. ഡിപ്പോസിഷൻ ഓഫ് കൽക്കേരിയസ് ഷെൽ അറൗണ്ട് ദ സൈഗോട്ട് ഒക്കേഴ്സ് ഇൻ. കൽക്കേരിയസ് ഷെല്ല്, മുട്ടത്തൊണ്ട് എവിടെയാണ് കാണുക? നിങ്ങൾ മുട്ട എന്ന് പറയുമ്പോൾ നമുക്ക് കോഴിമുട്ടയൊക്കെ കൽക്കേരിയസ് ഷെല്ല് നിങ്ങൾക്ക് അറിയാം. പല്ലീൻ്റെ മുട്ടയോ ഒക്കെ, റെപ്റ്റൈൽസിൻ്റെ മുട്ടയും കണ്ടിട്ടില്ലേ? പല്ലീൻ്റെ മുട്ട, പാമ്പിൻ്റെ മുട്ടയിലൊക്കെ നമുക്ക് ആ കൽക്കേരിയസ് ഷെല്ല് കാണാൻ പറ്റും. അപ്പോൾ ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ വിച്ച് ഷോസ് വിവിപാരസ് ആനിമൽസ് ഓൺലി. സെലക്ട് ദ ഓപ്ഷൻ വിച്ച് ഷോസ് ഓൺലി വിവിപാരസ് ആനിമൽ. ലിസാർഡ്, ടർട്ടില്, വിവിപാരസ് ആണ്, പ്രസവിക്കുന്ന ജീവികളാണ്. പ്ലാറ്റിപ്പസ് ക്രോക്കോഡൈൽ തെറ്റ്. ക്രോക്കോഡൈൽ, വെയില്, മൗസ് അല്ലേ, മാമലാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിവിപാരി ഈസ് ഫൗണ്ട് ഇൻ. വിവിപാരി ആർക്കാണ് കാണുക? വിവിപാരസ് ഓർഗാനിസം ബാറ്റ് ഈസ് എ ഫ്ലൈയിങ് മാമൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദീസ് ആനിമൽസ് ഫീമെയിൽ റീറ്റെയിൻ ദ എഗ് ഇൻസൈഡ് ഇറ്റ്സ് ബോഡി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആൻഡ് allow the development of embryo inside the body without providing extra nourishment to the developing embryo as the placenta is absent. Such animals are called എന്താണ്? അതായത് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദിസ് ആനിമൽ, അതായത് ഓരോ ടൈപ്പ് ആനിമൽ, ഫീമെയിൽ റിട്ടൈൻ ദ എഗ് ഇൻസൈഡ് ദ ബോഡി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ശേഷം ഫീമെയിലുകൾ അവരുടെ ബോഡീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എഗ്ഗിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. ആൻഡ് അലോയിങ് ദ എംബ്രിയോ ടു അലോസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഇൻസൈഡ് ദ ബോഡി വിത്തൗട്ട് പ്രൊവൈഡിങ് എക്സ്ട്രാ നറിഷ്മെൻറ്റ്.
ടു ദ ഡെവലപ്പിംഗ് എംബ്രിയോ, ബോഡീൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഡെവലപ്പിംഗ് എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യുന്നു. അതായത് ഫെർട്ടിലൈസേഷന് ശേഷം എഗ്ഗ് ഫോം ആകുന്നത് ഫീമെയിലിൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ, ആ എംബ്രിയോ ഡെവലപ്പ് ആകുന്നത് ആ എഗ്ഗിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഓർഗാനിസത്തിന് എന്തായിരുന്നു പറയുക? ഓവോവിവിപാരസ് ഓർഗാനിസംസ് എന്നാണ്. അതായത് ഒവിപാരസ് ഓർഗാനിസത്തിനെ പറ്റിയും നിങ്ങൾക്കറിയാം, വിവിപാരസ് ഓർഗാനിസത്തിനെ പറ്റിയും നിങ്ങൾക്കറിയാം അല്ലേ? ഒവിപാരസ് എന്ന് വെച്ചാൽ എഗ് ലേയിങ്, വിവിപാരസ് എന്ന് വെച്ചാൽ പ്രസവിക്കുന്ന ജീവികൾ. എന്നാൽ വേറൊരു തരം ഓർഗാനിസം ഉണ്ട്, ഓവോവിവിപാരസ് ഓർഗാനിസം. ഓവോവിവിപാരസ് ഓർഗാനിസം ലൈക്ക് ഷാർക്കൊക്കെ, അപ്പോൾ അതുപോലെ ചില സ്നേക്സുകളൊക്കെ. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡീൻ്റെ ഉള്ളിലാണ് എഗ്ഗ് ഉണ്ടാകുക, എഗ്ഗിൻ്റെ ഉള്ളിലാണ് എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ അതാണ് ആൻസർ, ഓവോവിവിപാരസ് ഓർഗാനിസം. In which of the following plant sepal do not fall off after fertilization and remain attached to fruit? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് നമ്മളുടെ റീപ്രൊഡക്ഷൻ ഓർഗാനിസത്തിൽ മാത്രം കാണപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണെന്നൊന്നും വിചാരിക്കരുത്. മോർഫോളജിയുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏത് പ്ലാന്റിലാണ് സെപ്പൽസ് എന്താ പറയുക ഫെർട്ടിലൈസേഷന് ശേഷവും പോകാത്തത്, സെപ്പൽസ് പെർമനൻ്റ് ആയിട്ട് ഫ്രൂട്ടിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? തക്കാളിയിൽ കാണാം, ബ്രിഞ്ചാളിൽ കാണാം, സൊളാനിയസെ ഫാമിലിയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ബ്രിഞ്ചാളാണ് ആൻസർ വരിക. അടുത്തത് നമ്മുടെ NCERTയിലെ അവസാനത്തെ റീപ്രൊഡക്ഷൻ ഓർഗാനിസത്തിലെ അവസാനത്തെ പേജിലെ ഒരു ഡയഗ്രമാണ്. ഇതിൽ എക്സും വൈയും ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എക്സ് എന്ന് പറയുന്നത് സീഡാണ്, ഇത് ഫ്രൂട്ടിൻ്റെ വോളാണ് അല്ലേ, അതായത് പെരികാർപ്പാണ്. സോ ഏതാ? സീഡ് പെരികാർപ്പാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വോൾ ഓഫ് ദ ഓവറി ഫോംസ്, ഓവറി വോൾ എന്തായിട്ട് മാറുന്നു? ഓവറി വോള് എന്തായിട്ടാണ് മാറുക? പെരികാർപ്പായിട്ട് മാറുന്നു. പ്ലോയിഡി ഓഫ് ഓവറി, ആന്തർ, എഗ്, പോളൻ, മെയിൽ ഗാമിറ്റ് ഓഫ് സൈഗോട്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സംശയം അത് വളരെ ഈസി ആയിരിക്കും, പക്ഷെ നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് തെറ്റിക്കുന്നതാണ്. ഓവറി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്, സോ ഓവറി 2N. ആന്തർ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ് 2N. എഗ് എന്ന് പറയുമ്പോൾ ഹാപ്ലോയിഡ് ആണ്. പോളൻ ഹാപ്ലോയിഡ് ആണ്, മെയിൽ ഗാമിറ്റോഫൈറ്റ്. മെയിൽ ഗാമിറ്റ് ഹാപ്ലോയിഡ് ആണ്, സൈഗോട്ട് 2N. സോ 2N N ദെൻ എഗെയിൻ 2N. അപ്പോൾ എ ആണ് ആൻസർ വരിക അല്ലേ? എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്പോസിഷൻ ഓഫ് കാൽക്കേരിയസ് ഷെൽ അറൗണ്ട് ദ സൈഗോട്ട് ഒക്കേഴ്സ് ഇൻ, നമ്മൾ നേരത്തെ ഇതിന് സാമ്യമുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു, ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് ആണ്. ഇതും നമ്മളുടെ NCERTയിൽ നമ്മളുടെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് അവസാനത്തെ പേജിൽ കാണപ്പെടുന്ന ഒരു ഇമേജ് ആണ്. വിച്ച് ഓഫ് ദ ലേബിൾഡ് പാർട്ട് ഓഫ് ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ടൊമാറ്റോ ഫ്രൂട്ട് ഈസ് ഓർ ആർ ഡിപ്ലോയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത് ഫ്രൂട്ടാണ്, ഫ്രൂട്ടിലെ ഏത് ഭാഗമാണ് ഡിപ്ലോയിഡ്? എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതിൻ്റെ സീഡും വൈ എന്ന് പറയുന്നത് പെരികാർപ്പുമാണ്. രണ്ടും ഡിപ്ലോയിഡ് അല്ലേ? സോ ബോത്ത് എക്സ് ആൻഡ് വൈ എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നമ്മുടെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അവസാനത്തെ ലാപ്പാണ്. ഒട്ടും എനർജി പോകാതെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇനി വേറൊരു ചാപ്റ്ററുമായിട്ട് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.